അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. LD ക്ലർക്ക് പരീക്ഷയുടെ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ കൂടെ പറയാനുണ്ട്. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമാണിത്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 28 × 25 തുല്യമായത് ഏത്? അപ്പം നമ്മൾ വിചാരിക്കും 28നെ 25 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ പോരെ, എളുപ്പം കിട്ടുമല്ലോ. അത്ര പോലും ആവശ്യമില്ല. ഈ 28നെ നമുക്ക് 7 × 4 എന്നെടുക്കാമല്ലോ, അല്ലേ? ഇൻറ്റു 25 അല്ലേ? 28നെ നമുക്ക് എങ്ങനെ എടുക്കാം? 7 × 4. ഇനി നോക്കിക്കേ, 25നെ 4 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 100 × 7. കണ്ടോ? സോ 100 × 7. അപ്പോൾ നമ്മൾ ഗുണിച്ച് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. സോ ആൻസർ 100 × 7. കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലൊന്ന് ആലോചിക്കണം, ഇത് ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് അതല്ലേ എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ പലർക്കും ആ ഒരു തോന്നൽ വരാറില്ല. പലരും പറയുന്നത്, ഇതിപ്പം സാർ ഞാനായിരുന്നെങ്കിൽ 28നെ 25 കൊണ്ട് ഗുണിച്ചേനെ, പക്ഷെ ഞാൻ അവിടെ 7 × 4 എന്ന് ഞാൻ ചിന്തിക്കാൻ പോകത്തില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, നിങ്ങൾ വേണ്ടത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്നില്ല. ആര് പറഞ്ഞു സാർ ഞാൻ ഇരുന്ന് പഠിക്കാറുണ്ടല്ലോ, ഞാൻ രാത്രിയിലൊക്കെ ഇരുന്ന് കുറേ സമയം കണക്കൊക്കെ ചെയ്ത് പഠിക്കാറുണ്ട്? ഓ, ഇതിലത്തൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആയാൽ അത് ഓക്കെ അല്ല എന്നാണ് അർത്ഥം. ഇപ്പം എനിക്ക് തോന്നുവാണ് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്, ഓക്കെ ഇത്രയും മതി എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. സോ ഒരിക്കലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവാതിരിക്കുക. നെവർ എവർ ഗെറ്റ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്യുക. എത്ര ചെയ്താലും മതി വരില്ല. ഇത് ഇത്രയും ചെയ്തു, ഇത് ഓക്കെ ആണ് എന്നൊരു തോന്നൽ നിങ്ങളിലേക്ക് വരരുത്. അങ്ങനെ വരാതെ എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് 28 കാണുമ്പോൾ 7 × 4, അപ്പോൾ 4 25 ഗുണിക്കുമ്പോൾ 100. സോ 100 × 7 ആണ് എന്ന് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. സോ അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ഗുണം, വളരെ പെട്ടെന്ന് നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം. ഈ 10 ചോദ്യങ്ങൾ, മാത്സിൻ്റെ ഈ 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. ബാക്കി അത്രയും സമയം നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ടതും കൂടുതൽ നിങ്ങൾ പ്രോസസ്സ് ചെയ്യേണ്ടതുമായിട്ടുള്ള ചോദ്യങ്ങൾ, GK ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആലോചിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടാം. മാത്സിലാണ് കൂടുതൽ പേരും സമയം കൊണ്ട് കളയുന്നത്. ഈ 10 ചോദ്യങ്ങൾക്ക് അരമണിക്കൂറിൽ കൂടുതൽ എടുത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നിട്ട് ബാക്കി ചോദ്യങ്ങൾക്കൊന്നും, കൂടുതൽ ചോദ്യങ്ങൾ അവിടെയാണുള്ളത്, അതിന് നിങ്ങൾക്ക് സമയം കിട്ടാതെ വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പിള്ളേർ കേൾക്കത്തില്ല. ചെയ് എന്ന് പറയും. എല്ലാ ക്ലാസ്സിൻ്റെയും എല്ലാ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നത്, എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യാമോ അത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യുക എന്നാണ്. കാരണം അതെൻ്റെ അനുഭവമാണ്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടേ കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ കുറേ ഈ വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ ക്ലാസ്സസ് കണ്ടതുകൊണ്ടോ ഏത് പ്രഗത്ഭരായ അധ്യാപകൻ്റെ ക്ലാസ് കണ്ടതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇൻപുട്ടിലാണ് കാര്യം. അതാണ് നിങ്ങൾക്ക് മാർക്ക് മേടിച്ച് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതുപോലൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് തനിയെ വന്നുകൊള്ളും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യവും വളരെ എളുപ്പം. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ബേസിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ബേസിക് ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 101 × 99. അപ്പോൾ നമ്മളെന്ത് പറയും? 101 × 99 അല്ലേ എന്ന് പറയുമ്പോൾ എന്താ? 101 × 99 എന്ന് പറയുമ്പോൾ 101നെ 99 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ്. വേറെ വല്ല വഴിയുണ്ടോ? വേറെ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പല രീതിയിൽ പല ആംഗിളിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ 101 × 99 ആണല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം 100 + 1 × 99 എന്നാണല്ലോ. ഈ എന്ന് പറഞ്ഞാൽ എന്താ? 100നെ 99 കൊണ്ട് ഗുണിക്കണം. എത്ര കിട്ടും? 99ന് അപ്പുറത്ത് 2 0. പിന്നെ 1നെ 99 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 99. മനസ്സിലാലോചിക്കുന്ന കാര്യമല്ല, അത് എഴുതുന്ന കാര്യമല്ല. ഇത് കണ്ടിട്ട് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക, എന്നാൽ പിന്നെ അങ്ങ് ഗുണിച്ചാൽ പോയേ സാറേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്? ഇത് എഴുതുന്ന കാര്യമല്ല മക്കളെ, മനസ്സിലാലോചിക്കുന്ന കാര്യമാണ്. 100നെ 99 ഗുണിച്ചാൽ 99ൻ്റെ അപ്പുറത്ത് 2 0. പിന്നെ 99നെ 1 കൊണ്ട് ഗുണിച്ചാൽ 99. അപ്പം ഈ 99ൻ്റെ അപ്പുറത്ത് 2 0-ന് കൂടെ 99 കൂട്ടിയാൽ ആ 0 പോയിട്ട് അവിടെ 99 വരും എന്ന് പറഞ്ഞാൽ എത്ര? അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു രീതി, ഇങ്ങനെ മനസ്സിലാലോചിച്ച് ചെയ്യാം. ഇനി അതല്ല, ഇതിനേക്കാളും എളുപ്പം വേണമെങ്കിൽ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാലോചിച്ച് ചെയ്യാം. ഇപ്പം നോക്കിക്കേ,
എന്താ പറഞ്ഞിരിക്കുന്നത് 101 × 99 എന്നല്ലേ? അതെ. അപ്പോൾ ഇതിനെ 100 + 1 എന്ന് എഴുതാമല്ലോ. എഴുതാം. 99-നെയോ? 99-നെ എങ്ങനെ എഴുതാം? 100 - 1 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇത് a + b, ഇത് a - b. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ a + b × a - b എന്ന് പറഞ്ഞാൽ a² - b². ഓക്കെ. അപ്പോൾ ഇവിടെ a² എന്ന് പറഞ്ഞാൽ എത്ര? 100ൻ്റെ സ്ക്വയർ. -b² എന്ന് പറഞ്ഞാൽ എത്ര? 1ൻ്റെ സ്ക്വയർ. അപ്പോൾ പറയും ഇത്രയൊക്കെ എഴുതണോ? ഇത് എഴുതുന്ന കാര്യമല്ല മോനെ, മനസ്സിലാലോചിക്കുക. ഒരു സംഖ്യ കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി, ഒരു സംഖ്യ ആ സംഖ്യ കുറച്ചപ്പോൾ എത്ര കിട്ടി, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സംഖ്യകളുടെ സ്ക്വയർ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ഇവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, a² - b² അല്ലേ? എന്ന് പറഞ്ഞാൽ a² എന്ന് പറയുമ്പോൾ 100ൻ്റെ സ്ക്വയർ. 100ൻ്റെ സ്ക്വയർ എത്ര? 1000 എന്ന് പറയുന്നത് 10000. 100 × 100 1000. -1ൻ്റെ സ്ക്വയർ 1. 10,000-ൽ നിന്ന് 1 കുറച്ച് എത്ര കിട്ടും? 9999. സോറി 9999 9999. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പം ഇത് രണ്ട് മെത്തേഡാണെങ്കിലും നമ്മൾ മനസ്സിലാലോചിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും പരീക്ഷാ ഹാളിൽ ഇരുന്ന് 101-നെ 99 കൊണ്ട് ഗുണിക്കാനായിട്ട് പോകല്ലേ. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. 101-നെ 99 കൊണ്ട് ഗുണിക്കാനായിട്ട് പോകരുത്. അങ്ങനെ ഗുണിക്കാൻ പോകുന്നതാണ് പ്രശ്നം. അത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറേ ചെയ്യാൻ പറ്റുന്നത് അതിലെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് ഗുണിക്കാൻ അറിയാം. ചെയ്തോ, ഒരു കുഴപ്പമില്ല അല്ലേ? വളരെ ഫാസ്റ്റാണ്. അല്ല നിങ്ങൾ സാധാരണ സൈഡിലോട്ട് മാറ്റി ഇങ്ങനെ എഴുതുന്ന ഒരു ശീലം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ PSC പരീക്ഷയ്ക്കൊക്കെ പോകുന്ന പിള്ളേരുടെ ആൻസർ ഷീറ്റ് ഞാൻ ചിലപ്പം മേടിച്ച് നോക്കും. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വീടിനടുത്തൊക്കെയുള്ള പിള്ളേർ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് വരുമ്പം ഞാൻ അവരുടെ ആൻസർ ഷീറ്റ് മേടിച്ച് നോക്കും. അതിൻ്റെ ഏറ്റവും ബാക്കിൽ സ്പേസ് ഫോർ റഫ് വർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒന്നുകിൽ അത് നീലിച്ചിരിക്കും, അല്ലെങ്കിൽ അത് കറുത്തിരിക്കും. നീല പേനയും കൊണ്ടാണ് പോകുന്നതെങ്കിൽ എഴുതി വെള്ളം കാണാൻ പറ്റത്തില്ല, അതുപോലെ നീലയായിരിക്കും. കറുത്ത പേനയാണെങ്കിൽ വെള്ള കാണാൻ പറ്റത്തില്ല, മൊത്തം കറുപ്പായിരിക്കും. അത് ഒന്നുകിൽ നീലിപ്പിച്ച് കൊണ്ടുവരും, അല്ലെങ്കിൽ കറുപ്പിച്ച് കൊണ്ടുവരും. അതിനും മാത്രം എഴുത്താണ്. ഞാൻ ചോദിക്കും, കുഞ്ഞാ നീ എന്തുവാ ഇതിന് മാത്രം എഴുതുന്നത്? നോവൽ വല്ലതും എഴുതുമായിരുന്നു അവിടെ പോയി കിടന്ന്? ഇതിന് മാത്രം എഴുതാൻ എന്താണെന്നുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ 10 ചോദ്യങ്ങളേ ഉള്ളൂ. അതിനകത്തിൽ ഇതെല്ലാം എഴുതി ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ ഈ എഴുത്താണ് നിങ്ങളുടെ സമയം കളയുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിക്കുന്ന ആ ഒരു വേഗത ഒരിക്കലും നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. നമുക്ക് എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ എഴുതാൻ ശ്രമിച്ചാലും നമുക്കൊരിക്കലും ആ ഒരു വേഗത കിട്ടത്തില്ല. അപ്പോൾ ആ വേഗത കിട്ടണമെങ്കിൽ നിങ്ങൾ മനസ്സിലാലോചിച്ച് തന്നെ ചെയ്യണം. കഴിയുന്നത്ര ചോദ്യങ്ങൾ അല്ലെങ്കിൽ കഴിയുന്നത്ര രീതിയിൽ ഈ കാൽക്കുലേഷൻസ് നിങ്ങൾ മനസ്സിലാലോചിച്ചു. അപ്പോൾ അങ്ങനെ മനസ്സിലാലോചിക്കണമെങ്കിൽ എന്ത് വേണം? എങ്ങനെയാണ് മനസ്സിലാലോചിച്ച് ഇത്രയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, മനസ്സിലാലോചിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെ ഉണ്ടായിരിക്കണം? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടായിരിക്കണം. ഉണ്ടോ? ഇല്ല. ഞാൻ എന്ന് മുതൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ അന്ന് മുതൽ ഞാൻ പറയുന്നതാണ് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണേ. എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അറിയാം, ആ ഒരു ഡയലോഗ് പറയാത്ത ഒരു കുഞ്ഞിനോട് ആ ഒരു ഡയലോഗ് പറയാത്ത ആരും ഉണ്ടാവത്തില്ല. എല്ലാവരോടും ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ടേബിൾ പഠിക്കണം. ഒരു കുഞ്ഞും പഠിക്കത്തില്ല. അപ്പോൾ ഈ ടേബിൾ പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കത്തില്ല. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം 17 × 4 അല്ലെ 17 × 3 18 × 3 54 ആണെന്ന് പെട്ടെന്ന് മനസ്സിൽ വരുവാണെങ്കിൽ അവിടോട്ട് 54 എന്ന് എഴുതിയാൽ മതി. മറ്റേ അങ്ങനല്ല, 18-നെ സൈഡിലോട്ട് മാറ്റി 3 കൊണ്ട് ഗുണിക്കും. ഇതൊക്കെയാണ് അവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ നീലയും കറുപ്പും കളറിൽ കാണുമെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഗുണിച്ച് വെച്ചേക്കുക, ഹരിച്ച് വെച്ചേക്കുക, കൂട്ടി വെച്ചേക്കുക, കുറച്ച് വെച്ചേക്കുക. അപ്പോൾ ഈ ഗുണനവും ഹരണവും അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇതിപ്പം ഈ PSC പരീക്ഷ ആയതുകൊണ്ട് കുറച്ചുകൂടെ സമയം കിട്ടുമല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. എല്ലായിടത്തും ഈ സേവ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ലാഭം തന്നെയാണ്. ഏത് പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്ന ആളാണെങ്കിലും ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒരു 20 വരെയുള്ള നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുക, ഒരു 50 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് പഠിക്കുക, ഒരു 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ്സ് പഠിക്കുക. ഇത് ഇത്രയും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എനിക്ക് ഇത്രയൊക്കെ അറിയാം. പെട്ടെന്ന് 17 × 4 എത്രയാണെന്ന് ചോദിച്ചാലോ 19 × 7 എത്രയാണെന്ന് ചോദിച്ചാലും പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആൻസർ വരും എന്നുള്ളതൊരു വലിയ കോൺഫിഡൻസ് ആണ്. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. മക്കളെ, ആ ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. കണക്കല്ല പാട്, അതൊരു റിയാലിറ്റിയാണ്. കണക്കല്ല പാട്, മറ്റു വിഷയങ്ങളാണ്. മാത്സ് ഒരു ടഫായിട്ടുള്ള, അല്ലെ മാത്സ് നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം മാത്സ് ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. പക്ഷേ മറ്റു വിഷയങ്ങൾ അതുപോലല്ല.
മറ്റു വിഷയങ്ങൾ അതുപോലല്ല. അപ്പം അതുകൊണ്ട് അവിടെയാണ് നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരിക. മാത്സിനെ സംബന്ധിച്ച് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം സിമ്പിളാടേ, ഇത്രയേ ഉള്ളൂ. സോ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. x/2 + 8 = -10 ആയാൽ എക്സിൻ്റെ വില എന്ത്? ഓക്കെ, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇവിടെ നോക്കിക്കുക, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന പോലെയുള്ള ചോദ്യം. ഇതൊക്കെ മനസ്സിലാലോചിച്ചും ചെയ്യാം. പോട്ടെ, x+2 + 8 = -10 ആണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. x+2 എന്ന് പറയുമ്പോൾ എന്താ, ഈ +8 അപ്പുറത്തോട്ട് പോകും, -10 -8. അപ്പോൾ x/2 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? -18. അപ്പോൾ x എത്ര ആയിരിക്കും? -18 × 2 എത്ര കിട്ടും? -36. -36 ശരിയാണോ? യെസ്, ഓപ്ഷൻ സി -36 ശരിയാണോ നോക്കാം. എക്സാക്ട്ലി. സോ അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ ആദ്യ 2 ഒറ്റ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ആദ്യ 2 ഒറ്റ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം ഏത്? ഈ ഒറ്റ അഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോൾ അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് ആദ്യം പഠിക്കണം. എന്താണ് അഭാജ്യ സംഖ്യകൾ? ഇപ്പം 2, 3, 5, 7, 11, 13 തുടങ്ങിയ സംഖ്യകളെയാണ് നമ്മൾ 17 തുടങ്ങിയ സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുക? അഭാജ്യ സംഖ്യകൾ എന്ന് പറയുക. എന്താണ് ഈ അഭാജ്യ സംഖ്യകൾ? ഒന്നും ആ സംഖ്യ കൊണ്ട് മാത്രമേ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുള്ളൂ. ഒരു സംഖ്യയെ ഒന്നും ആ സംഖ്യ കൊണ്ട് മാത്രമേ പൂർണ്ണമായും ഹരിക്കാൻ പറ്റുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ. അതായത് n ഒരു അഭാജ്യ സംഖ്യ ആകണമെങ്കിൽ n-ന് 2 ഘടകങ്ങളെ പാടുള്ളൂ, ഒന്നും n. അതായത് ഒരു സംഖ്യയെ ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ഹരിക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ. ഒരു സംഖ്യയെ ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രമേ ഹരിക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്ത്? അഭാജ്യ സംഖ്യകൾ. അപ്പോൾ അഭാജ്യ സംഖ്യകളാണ് 2, 3, 5, 7, 11, 13, 17 തുടങ്ങി. ഇതിൽ ആദ്യത്തെ ഒറ്റ അഭാജ്യ സംഖ്യകൾ, ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യയേ ഉള്ളൂ, ഓൺലി ഈവൻ പ്രൈം നമ്പർ, അത് 2 ആണ്. ഈ ഭൂമിയിൽ ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യയേ ഉള്ളൂ, അത് ഏതാണ്? 2 ആണ്. പിന്നെ ബാക്കി ഇനി അങ്ങോട്ട് എത്ര എഴുതിയാലും ഒറ്റ അഭാജ്യ സംഖ്യകളെ കാണുള്ളൂ. അതായത് അഭാജ്യ സംഖ്യകളെല്ലാം ഒറ്റ സംഖ്യകളായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആദ്യത്തെ ഒറ്റ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. അടുത്ത അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 5 ആണ്. അത് തമ്മിൽ ഗുണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര കിട്ടും? നമുക്ക് 15 എന്ന ആൻസർ കിട്ടും. സോ ഓപ്ഷൻ എ 15. അടുത്ത ചോദ്യം നോക്കാം. സോ ആൻസർ 15. താഴെ തന്നിരിക്കുന്നവയിൽ 12 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? ഈ 12 കൊണ്ട് നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ലോസ് ഓഫ് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിശദമായ ഒരു ക്ലാസ് നമ്മൾ അതിൻ്റെ എടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 12ൻ്റെ ഡിവിസിബിലിറ്റി. ഒരു നമ്പറിനെ എങ്ങനെ 12 കൊണ്ട് ഹരിക്കാം, 12 കൊണ്ട് എങ്ങനെ ഒരു നമ്പറിനെ ഹരിക്കാമെന്ന് ചോദിച്ചാൽ ആ നമ്പറിനെ 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റണം. അപ്പോൾ ഒരു നമ്പറിനെ 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് 12 കൊണ്ട് ഹരിക്കാം. ഒരു നമ്പറിനെ 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ അതിനെ 12 കൊണ്ട് നിശേഷം ഹരിക്കാം. അതായത് 12 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് 3 × 4 അല്ലേ. അപ്പം 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 12 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഓപ്ഷൻ എ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഈ 3 നമ്പറുകളെ നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അവസാനത്തെ 2 അക്കം 0 ആണെങ്കിൽ 4 കൊണ്ട് ഹരിക്കാം അല്ലേ. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുന്നതിൻ്റെ ഒരു ടെസ്റ്റാണ്. അവസാനത്തെ 2 അക്കം 0 ആണെങ്കിൽ 4 കൊണ്ട് ഹരിക്കാം. അവസാനത്തെ 2 അക്കം 0 ആണെങ്കിൽ നമുക്ക് അതിനെ, ഏത് സംഖ്യ ആണെങ്കിലും അതിനെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കം 4 4ൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. അവസാനത്തെ 2 അക്കം 4 4ൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കണം. ഇനി എന്താണ്? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുന്നത് എങ്ങനെയാ? അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കുക. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുന്നത് അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് 3 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇപ്പോൾ എ നോക്കാം. 6ഉം 2ഉം 8 8ഉം 16ഉം 2ഉം 18ഉം 3ഉം 21 അല്ലേ. 21 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇത് പറ്റും. ഇവിടെ പറ്റുമോ? 6ഉം 2ഉം 8ഉം 6ഉം 14ഉം 3ഉം 17ഉം 2ഉം 19. പറ്റത്തില്ല. ഇവിടെ നോക്കിക്കേ, 6ഉം 2ഉം 8 8ഉം 16 4 20 2 22 പറ്റുമോ? പറ്റത്തില്ല. പിന്നെ ഇത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് അവസാനം 65 ആണ്. 12ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ എല്ലാ ഇരട്ട സംഖ്യകളായിരിക്കും.
അപ്പോൾ ഇത് നോക്കേണ്ട കാര്യമില്ല, തന്നെയല്ല അവസാനം 2 അക്കം 0 അല്ല, അതുകൊണ്ട് തന്നെ 4 കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇനി ബാക്കി നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിനകത്തിൽ ഇത് എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളേ ഉള്ളൂ. ഏതാണ്? 2683200 അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ. സോ 12 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ എ. അപ്പോൾ 12 കൊണ്ട് ഹരിക്കണമെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താണ്? 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 12 കൊണ്ട് ഹരിക്കാം. അടുത്ത ചോദ്യം, 314⁸ എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടെത്തുക. അപ്പോൾ 314⁸8. അപ്പം നമ്മൾ ഈ 314⁸8 എന്ന് പറയുമ്പോൾ 314 × 314 × 314 അങ്ങനെ 8 പ്രാവശ്യം കുടിക്കാൻ തന്നെ, അത്രയും കുടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല. നമ്മൾ നോക്കുമ്പോൾ 4ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ 4⁻1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4 ആയിരിക്കും. 4⁻2 എന്ന് പറയുമ്പോൾ 16 ആണ്. സോ അവസാനിക്കുന്നത് എത്ര ആയിരിക്കും? 6-ലായിരിക്കും. ഇനി 4⁻3, അതായത് 4 × 4 × 4. അപ്പോൾ 4 × 4 16. അപ്പോൾ അവിടെ 6 കിട്ടി. 6നെ വീണ്ടും 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 6നെ വീണ്ടും 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 6 4 24, വീണ്ടും 4. ഇനി 4⁻4 വീണ്ടും എന്തുകൊണ്ടാണ് ഗുണിക്കുന്നത്? വീണ്ടും എന്തുകൊണ്ട്? ഇപ്പോൾ 4 കിട്ടി, വീണ്ടും അതിനെ 4 കൊണ്ട് ഗുണിക്കുക 6. ഇനി 4⁻5 നോക്കാം. 4⁻5 വീണ്ടും 6നെ 4 കൊണ്ട് ഗുണിച്ചാൽ അവസാനിക്കുന്നത് 4-ലായിരിക്കും. അപ്പോൾ 4ന്റെ പവർ ഒറ്റയുടെ സംഖ്യ ആണെങ്കിൽ, ഒറ്റയാണെങ്കിൽ, അതായത് 1 3 5 7 എന്നൊക്കെയാണ് 4ന്റെ പവറെങ്കിൽ, അതായത് 4⁻1 4⁻3 4⁻5 4⁻7 അങ്ങനെയാണെങ്കിൽ അവസാനത്തെ അക്കം 4-ആയിരിക്കും. ഇനി 4⁻2 4 6 8 ഇരട്ടയാണെങ്കിൽ അവസാനം ഏതായിരിക്കും? അവസാനിക്കുന്ന ഏതായിരിക്കും? 6-ലായിരിക്കും അവസാനിക്കുന്നത്. സോ ലാസ്റ്റ് ഡിജിറ്റ് ഏതായിരിക്കും? 6 ആയിരിക്കും. ഇവിടെ 314 ആണ്, 314 ആണ്. സോ അവസാനത്തെ അക്കം ഏതാണ്? ഒറ്റ സംഖ്യയാണ്, സോറി ഇരട്ട സംഖ്യയാണ്. 314 പറയുമ്പോൾ 4 ഇരട്ട സംഖ്യയല്ലേ? സോ ഇരട്ട സംഖ്യ ആണെങ്കിൽ അവസാനിക്കുന്ന ഏതിലായിരിക്കും? 6-ലായിരിക്കും. സോ ആൻസർ ഏതാണ്? 6 ആണ് ആൻസർ. ശരിയാണോ? യെസ്. സോ വളരെ ചെറിയൊരു ക്ലാസ്സാണ്. സോ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ചോദ്യങ്ങളിലൂടെ ഡിസ്കസ് ചെയ്തിട്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കുന്ന 6 ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും. സോ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുന്നു, കഴിയുന്നത്ര ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. എത്ര ചോദ്യങ്ങൾ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകുന്നു അത്രയും മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നമ്മുടെ ക്ലാസ്സിൽ എൻ്റെ വീഡിയോസ് എല്ലാം കൃത്യമായി കണ്ടുകൊണ്ട് പോകുന്ന ഒരാളിന് ഇതിൽ മുഴുവൻ മാർക്കും LD ക്ലർക്ക് പരീക്ഷയുടെ മുഴുവൻ മാർക്കുകളും വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്, എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിൽ ഏത് ചോദ്യം ചോദിച്ചാലും അത് നമ്മുടെ ക്ലാസ്സിൽ നിന്നുള്ളതായിരിക്കും. കാരണം അത്രയധികം ചോദ്യങ്ങൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം.